ഹായ്, വെൽക്കം ടു ഹോംസ് ഓൺലൈൻ. ഹോംസ് ഓൺലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വെളിയങ്കോടാണ്. വെളിയങ്കോട് ഒരു അറബിക് കൊളോണിയൽ സ്റ്റൈലിൽ ചെയ്ത അതിമനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വീട്ടിലേക്ക് 2 എൻട്രൻസാണുള്ളത്. ഇത് സെൻട്രൽ പോർഷനിൽ വരുന്നത് നമ്മളെ പഴയ വീടിന് ട്രഡീഷണൽ വീടുകൾക്കുള്ള പോലെ ഒരു പടിപ്പുര ലെവലിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഡിസൈനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. GIയിലാണ്, CNC ലെവലിലാണ് അതിന് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും അങ്ങനെ വരുന്നുണ്ട്. അതേമാതിരി വലിയൊരു GIയിൽ തന്നെ ഇത് വലിയൊരു ഡോറാണ് ഈ ഫസ്റ്റ് നമ്മൾ ഈ സെൻട്രൽ പോർഷനിൽ നമ്മൾ ഇങ്ങനെ തന്നെ എൻ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരുപാട് പില്ലേഴ്സോട് കൂടിയിട്ട് ചെയ്ത ഒരു അറബിക് കൊളോണിയൽ വീടാണെന്ന് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോണിലാണ്. അതുപോലെ തന്നെ ഈ വീടിന് മനോഹരമാക്കുന്ന 2 പോർഷനാക്കിയിട്ട് തന്നെ ഇവിടെ നമ്മളെ നാച്ചുറൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ തന്നെ നല്ല ഒരുപാട് വെറൈറ്റി ചെടികളും ഈ ഗൾഫ് ടച്ച് കിട്ടുന്ന രീതിയിലുള്ള അതിനെ നമ്മൾ ആ ഒരു ഏരിയനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ഇവിടെ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ഗ്ലാഡിങ് സ്റ്റോണുകൾ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് നല്ല ഒരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സൈഡിൽ തന്നെ ഇവിടെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് ട്രസ് വർക്കിൽ സിംഗിൾസിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വൈറ്റ് തീമാണ് സിനാൻ പാലസിനെ ഡിഫറൻ്റ് ആക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ കട്ടിങ്സ് കണ്ടല്ലോ നിങ്ങൾ, അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ മേൽഭാഗത്തുള്ള ആ ഡിസൈനും എല്ലാം സിനാൻ പാലസിനെ ഡിഫറൻ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഇവിടെ ഒരു സ്പെഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഫൗണ്ടേഷനിൽ നാച്ചുറൽ സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ഏരിയനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കി നിർത്തുന്നുണ്ട്. 4ഓളം വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാർ പോർച്ചാണ് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ 2 സൈഡിലും നാച്ചുറൽ ഗ്രാസ് കൊടുത്തതുകൊണ്ട് തന്നെ ഈ വൈറ്റ് തീമിൽക്ക് കറക്റ്റ് പാലറ്റ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം. കമോൺ. സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ താഴെ വരുന്നത് ഒരു ബ്ലാക്ക് ടോണിലുള്ള ഗ്രാനൈറ്റാണ്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നാനോ വൈറ്റിലാണ് ഇതിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വിശാലമായ സിറ്റ് ഔട്ട് അത് ഈ പില്ലേഴ്സോട് കൂടി ഈ വൈറ്റ് തീമിൽ വരുമ്പോൾ അതിനെ വേറെ ലുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ, താഴെ വരുന്ന വൈറ്റ് ഈ നാനോ വൈറ്റ് ടൈല്, അതേപോലെ തന്നെ ബ്ലാക്ക് വരുന്ന ഗ്രാനൈറ്റ്, ഇതൊക്കെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് കൊടുക്കുന്ന വുഡ് കൊടുത്തിട്ടുള്ളത് തേക്കിലാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫർണിച്ചർ ആവട്ടെ ഒക്കെ ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് ഫർണിച്ചറും അതിൻ്റെ കുഷ്യൻസും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സീലിങ്ങിൻ്റെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ സീലിങ്ങിൽ പ്ലൈവുഡിൽ ഇതേപോലെ മൈക്കും കൂടെ സെറ്റ് ചെയ്തിട്ട് അതേപോലെ അതിൽ ചാർക്കോൾ പാനലുകളാണ് സെറ്റ് ചെയ്തത്. ഈ ചാർക്കോൾ പാനൽ ഗോൾഡൻ ഡോട്ട്സ് ഇട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ഏരിയക്ക് വളരെ അതിമനോഹരമായ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും ചെറിയൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫർണിഷിംഗ് ആകട്ടെ ഈ റെക്സിനും ഈ ഗോൾഡൻ തീമിലുള്ള പോട്ട് ഇതൊക്കെ ഈ ഒരു ഏരിയനെ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫാൻസി ലൈറ്റ്, കോബ് ലൈറ്റ്, ഇതെല്ലാം സീലിങ്ങിന് വേറൊരു ഫീലിംഗാണ് കിട്ടുന്നത്. ഇതിൻ്റെ മെയിൻ ഡോർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ തേക്കിലാണ്. അതേപോലെ ഇവിടുത്തെ എല്ലാ ഡോറുകളും വിൻഡോകളൊക്കെ തേക്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഇതിൻ്റെ അതിമനോഹരമായ ഇൻറ്റീരിയർ ഡിസൈനും മൊത്തം നമുക്കൊന്ന് വാച്ച് ചെയ്യാം. കയറി വരുമ്പോൾ തന്നെ ഈ ഏരിയനെ ഹൈലൈറ്റ് ആക്കുന്നത് ഈ ഫാൻസി ലൈറ്റാണ്. ഈ ഫാൻസി ലൈറ്റും അതേപോലെ തന്നെ ഈ വുഡ് ആൻഡ് തീമിൽ വരുന്ന അതിൻ്റെ സൈഡ് കൊടുക്കുന്ന ചാർക്കോൾ പാനലുകളാണ് ഈ ഒരു ഏരിയനെ ഹൈലൈറ്റ് ആക്കുന്നത്. ഇനി നമ്മൾ നിൽക്കുന്നത് ലിവിങ് ഏരിയയിലാണ്. ഇവിടെ നോക്കാമല്ലോ, അതിമനോഹരമായിട്ട് തന്നെയാണ് ഈ റെക്സിനോട് കൂടിയിട്ട് ഒരു പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം ലെവൽ പറയുമ്പോൾ മിൽക്കി വൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ ടോട്ടലായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ പോർഷനിൽ മൊത്തം പെയിൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കർട്ടൻസ് ആയാലും പിന്നെ അതേപോലെ തന്നെ മേലെ നമ്മളെ സീറ്റിനായാലും ഇതിൻ്റെ ഫാനും ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. ഒരു സ്പെഷ്യൽ ഡിസൈനിലാണ് ഇതിൻ്റെ ഫാൻ വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ മേൽഭാഗത്തെ നമ്മുടെ ഡിസൈനൊക്കെ വരുന്നത് മൾട്ടി വുഡിലും അതേപോലെ തന്നെ ഇതിലൊക്കെ വരുന്ന ഡൂവേഴ്സും അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുമാണ് ഇതിൻ്റെ പാനലുകൾ. അത് സീലിങ്ങിനെ എന്ത് ചെയ്യുന്നത്, ഹൈലൈറ്റ് ആക്കി നിർത്തുന്നത്. ആൻറ്റിക് ടൈപ്പിലാണ്, ഒരു ആൻറ്റിക് ടൈപ്പ് ക്ലോക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് കണ്ടാണല്ലോ.
നല്ല അടിപൊളി ഒരു ക്ലോക്കാണ്. ഇങ്ങനത്തെ ക്ലോക്കുകളൊന്നും സാധാരണ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടാറില്ല. അപ്പോൾ അത് ഒരു ആൻറ്റിക് ടൈപ്പ് ക്ലോക്ക് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ലിവിങ് സ്പേസിനെ വളരെ ഡിഫറെൻ്റ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണ് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെയും കാണാം ഇവിടെ ഈ ഒരു ഏരിയ സ്റ്റോറേജ് യൂണിറ്റിൽ ഇവിടെ ഒരു ചെറിയ ഹാൻഡ് റൈലിലും അതും ഗോൾഡൻ തീമിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ ടി വി യൂണിറ്റിനെ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന 3D mosaics ആണ്. അതാണ് ഈ ലിവിങ് സ്പേസിനെ ടോട്ടലി ഈ ഗോൾഡൻ തീമിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത്. ഇനി നമുക്ക് ഡൈനിങ്ങിലോട്ട് വരാം. ഡൈനിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഫർണിച്ചറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തീമൊക്കെ തന്നെ നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചെയേഴ്സും ഇതിൻ്റെ റെക്സിനും വുഡ് ആൻഡ് തീമിൽ വരുന്നതും ഒക്കെ ഈ ഒരു ഏരിയനെ വളരെ ഡിഫറെൻ്റ് ആക്കുന്നുണ്ട്. ഇതിൽ കൂടെ തന്നെ നമ്മുടെ ഫാൻസി ലൈറ്റ് സീലിങ്ങിൽ വരുന്ന ഈ മൾട്ടി വുഡിൽ അതിൽ തന്നെ ലൂവേഴ്സ് വരുന്നുണ്ട്, അതിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. അതൊക്കെ ഈ ഡൈനിങ് ഏരിയനെ വളരെ മനോഹരമാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ആ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിൻ ആർട്ട് വരുന്നുണ്ട്. റെസിൻ ആർട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോൺസൊക്കെ കണ്ടില്ലേ, ഈ ഒരു തീമും അതേപോലെ തന്നെ ടേബിൾ ടോപ്പിൻ്റെ ഈ തീമും ഇതൊക്കെ ഇതിലേക്കൊരു കളർ തീം കോമ്പിനേഷനാണ്. ഇതൊക്കെ ഈ ഒരു ഏരിയ കണ്ടല്ലോ അതിനെ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിൽ ഇവിടെ നോക്കുമ്പോൾ നാച്ചുറൽ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസോട് കൂടിയിട്ട് ഒരു 4 പോട്ടൊക്കെ കൊടുത്തിട്ട് സൈഡിൽ ചെറിയ 2 പോട്ടും കൊടുത്തിട്ട് ഈ ഒരു ഏരിയനെ എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 4 ഒരു കോബ്ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ബേസിൻ ഏരിയക്ക് പോവാം. വാഷ് ബേസിൻ ഏരിയയിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു പാലറ്റൊക്കെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടാപ്പ് കണ്ടല്ലോ, ഈ ടാപ്പ് ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു എവിടെ കാണാത്ത രീതിയിലുള്ളൊരു ടാപ്പാണ്. അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെവിടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു ബേസിനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹൈറ്റിലുള്ള 2 മിറേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഏരിയക്ക് ഈ ഒരു തീം വളരെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സിനാൻ പാലസിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ലിഫ്റ്റാണ്. അതെന്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ബോർഡറിലും എല്ലാം ഗോൾഡൻ തീം വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് അറബിക് കൊളോണിയൽ മിക്സ് ആണല്ലോ ഇതിൻ്റെ ടോട്ടൽ ഡിസൈൻ വരുന്നത്. അത് ഇതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് കാണാം. അത് എല്ലായിടത്തും ആ ഒരു പാറ്റേൺ ഗോൾഡൻ തീമും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫാമിലി ലിവിങ്ങിൽ ഇവിടെയും ഇതേപോലെ ഒരു പ്രീമിയം സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ ഇവിടെ ഒരു 4 ആൾക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മേൽഭാഗം നോക്കിയാൽ ഇവിടെ ഒരു റെസിൻ ആർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ വീടിനെ മനോഹരാക്കുന്നുണ്ട്. ഇനി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സീലിങ്ങും നമുക്കറിയാം എല്ലായിടത്തും ചാർക്കോൾ പാനലുകൾ ആ ഗോൾഡൻ പാറ്റേണിൽ ഇങ്ങനെ തീം ചെയ്ത് സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, അതേപോലെ തന്നെ അതിലേക്ക് കോബ്ലൈറ്റും വരുമ്പോൾ ഈ ഗോൾഡൻ ഫിനിഷിലേക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത്. ഈ ഏരിയയിലാണ് പാഷ്യോ വരുന്നത്. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ ഒരു ഏരിയയിൽ. ഇതാണ് നമ്മളെ ലിഫ്റ്റിൻ്റെ എൻട്രൻസ്. അപ്പോൾ ലിഫ്റ്റിൻ്റെ എൻട്രൻസ് നിങ്ങൾ കണ്ടല്ലോ ഈ ഗോൾഡൻ തീം, അത് ആ ഒരു കറക്റ്റ് എല്ലാ സൈഡിലും ആ പാലറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ലിഫ്റ്റിലോട്ട് കയറാം. പാരന്റ്സ് ബെഡ്റൂം വരുന്നത്. പാരന്റ്സ് ബെഡ്റൂം കയറി വരുമ്പോൾ തന്നെ ഇതിന്റെ ഏറ്റവും മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കിങ് സൈസ് ബെഡാണ്. കിങ് സൈസ് ബെഡാണ് ഇവിടെ പിന്നെ ഹൈ ആയിട്ട് ഇവിടെ കയറി നിൽക്കുന്നത്. അതേപോലെ ഈ ഒരു ഏരിയ സൈഡൊക്കെ ചെയ്തിട്ടുള്ളത് എന്തിനാണ്, നമ്മുടെ മൈക്കിൽ മൾട്ടിവുഡ് ഈ ഒരു ലെവലിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ പ്രൊഫൈൽ ലൈറ്റ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു തീമാണ്. പ്രൊഫൈൽ ലൈറ്റും അതേപോലെ തന്നെ മൈക്കില് ടച്ചർ ചെയ്തിട്ടാണ് ആ ഒരു സൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ ഫാനിന്റെ ഒരു ഡിസൈൻ സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ ഈ ബ്ലൈൻഡ്സ് ഇതൊക്കെ ഇതിലൊക്കെ സൈഡിലും ഈ ഒരു ഗ്ലാസ് ടൈപ്പ് വരുന്നുണ്ട്. ഈ ഗ്ലാസ് ടൈപ്പും അതേപോലെ തന്നെ ഗോൾഡൻ ഫിനിഷും അതാണ് എല്ലാ റൂമിലായാലും വീടിന് ടോട്ടലി ആ ഒരു ഗോൾഡൻ ഫിനിഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ ഒരു പിന്നെ ബിഗ് സൈസിലാണ് ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ പോകുന്ന ഫാമിലി ലിവിംഗിൽ നിന്ന് നേരെ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. നമുക്ക് ബെഡ്റൂം കാണാം.
ഇനി നമ്മൾ കയറി വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കിങ് സൈസാണ് ബെഡ്, അതിൻ്റെ ഡിസൈൻ ആവട്ടെ, അതിൽ പിന്നെ വീട്ടിൽ കോട്ടൊക്കെ ആ ഒരു തീമിനോട് അനുബന്ധിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഏരിയ പാനലുകളൊക്കെ വരുന്ന മൈക്കിലാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏരിയ വരുന്നത് പിന്നെ നമ്മുടെ ഈ ചാർക്കോൾ പാനൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ തീം വരുന്നത് നമുക്കറിയാലോ ഒരു മിൽക്ക് ആൻഡ് വൈറ്റ് ആണ്. എല്ലായിടത്തും പെയിൻറ്റും നമ്മളെല്ലാ വീടിൻ്റെ ഇൻറ്റീരിയർ മൊത്തം കൊടുത്തിട്ടുള്ളത് മിൽക്ക് ആൻഡ് വൈറ്റ്, പുറത്ത് ഫുൾ വൈറ്റുമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ മേലെ വരുന്ന ആ ഒരു സീലിങ്ങിൽ കൊടുത്ത ഇതും അത് തന്നെ ചാർക്കോളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ ഇതുണ്ടല്ലോ, ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് വരുമ്പോൾ തന്നെ ഈ സ്റ്റോറേജിന് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഈ ഒരു ഏരിയനെ പിന്നെ ഡിസൈൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയാണ് ടോയ്ലറ്റ് വരുന്നത്. ഇവിടെ വാർഡ്രോബ് വരുന്നത് ഈ പിന്നെ ആ ഒരു ഡിസൈൻ നമ്മൾ ഈ ഒരു പിന്നെ വുഡിൻ്റെയും ആ ഒരു തീമിനാണ് അനുസരിച്ച്. അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റെയിൽ ഒരു ഗോൾഡ് ലെവലിൽ ലൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും സ്ലൈഡിങ് ടൈപ്പാണ് ഈ വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. കിച്ചണിലേക്ക് വന്നാൽ വളരെ വിശാലമായൊരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ കളർ പാലറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയ ഒക്കെ ഈ ഡിഫറെൻറ്റ് ഈ ഏരിയ ഒക്കെ വരുന്നത് ഒരു ലൈറ്റ് ഒലീവ് ഗ്രീനാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈറ്റും ലൈറ്റ് ഒലീവ് ഗ്രീനും കൂടെ ഈ കിച്ചണെ ആ ഒരു പാലറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൾട്ടി വുഡും ഈ സ്റ്റോറേജ് കംപ്ലീറ്റ് WPCയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്ന ബ്ലൈൻഡ്സ് ഉണ്ട്, ഒരു ബ്ലൈൻഡ്സ് ചെറിയൊരു അതിൻ്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്ലൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റോറേജും അതിനൊക്കെ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇതൊക്കെ വരുന്നുണ്ടല്ലോ മൾട്ടിവുഡില്ല, ഇവിടെയൊക്കെ സ്റ്റോറേജ്. പിന്നൊരു ഏരിയയാണത്, ഇത് വരുന്നത് ഷട്ടർ ലെവൽ. ഇത് നമുക്ക് മൂവിങ് ചെയ്യാം, നമുക്ക് നമ്മുടെ മിക്സിയും ഇതൊക്കെ മൂവ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇവിടെ ഷട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡും അതേപോലെ പ്രൊഫൈൽ ലൈറ്റും കോബ് ലൈറ്റൊക്കെ വെച്ചിട്ട് ഈ ഒരു ഏരിയനെ മനോഹരാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിങ്ങിലോട്ട് പോവാം. അപ്പർ ലിവിങ് നമുക്ക് കയറുമ്പോൾ തന്നെ സ്റ്റാർ കേസ് വരുന്നത് ഈ ഒരു ഏരിയ മൊത്തം ഹാൻഡ് റെയിലും എല്ലാം വരുന്നത് തേക്കിലാണ്. പിന്നെ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കയറി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഏരിയയാണ് ഇതിനെ മെയിനായിട്ട് നമ്മൾ ആ ഒരു ഡിസൈനാണ് ഇത് ഈ വീടിനെ ടോട്ടലി ഡിസൈന് ഹൈലൈറ്റ് ആക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ചാർക്കോൾ പാനൽ രണ്ട് സൈഡിലേക്കും ഈ ഒരു ഡിസൈന് ഈ വീടിനെ മനോഹരാക്കുന്നുണ്ട്. ഈ വരുന്ന ലൂവേഴ്സിലും അതെ ചെറുതായിട്ട് ഡോട്ടിൽ ഗോൾഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് രണ്ട് ബോർഡറും ഈ വുഡൻ ടൈപ്പ് മൾട്ടിവുഡിൽ തന്നെ വുഡൻ തീമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വുഡൻ തീമിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ ഹാങ്ങിങ് ലൈറ്റ് എന്ത് ഈ ലൈറ്റാണ് പിന്നെ മെയിൻ അട്രാക്ഷൻ. പിന്നെ അത് പറയുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ചാർക്കോൾ പാനൽ മേലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നമുക്ക് കാണാൻ വീടിൻ്റെ വിവിധ സൈഡിലൊക്കെ ചാർക്കോൾ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഗോൾഡൻ തീമിനെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് പറയുകയാണെങ്കിൽ കോബ് ലൈറ്റ്, അതേപോലെ തന്നെ ഓരോ ഫ്രെയിമിൽക്കും പ്രൊഫൈൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഓരോ ഏരിയനും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം നമ്മുടെ അപ്പർ ലിവിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ തന്നെ ഒരു കിങ് സൈസ് ബെഡും ഇതിൻ്റെ സ്പേസ് തന്നെ ഒരു ടോട്ടലി ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ഉള്ള സ്പേസാണ്. അപ്പോൾ അതിൽ കയറി വരുന്നതിന് ഇവിടെ രണ്ടൊരു കുഷ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ലക്ഷറി ഫീലിങ്ങിലാണ് ഈ ഒരു ഏരിയ ടോട്ടലി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ഈ കിങ് സൈസ് ബെഡും അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള പാനലുകളൊക്കെ ഈ ഒരു ഗോൾഡൻ തീമിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ താഴെ കണ്ട അതേ തന്നെ, അതായത് 3D ടൈപ്പാണ് ഈ ഒരു മൊസൈക്സ് ആണ് ഈ ഒരു സംഭവം മൊത്തം ഈ ഒരു ഏരിയ മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് ടൈപ്പ് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലൂവേഴ്സ്, അതേപോലെ ചാർക്കോൾ പാനലും സൈഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഈ ഗോൾഡൻ തീം ആൻഡ് വുഡൻ തീമിലേക്ക് ഈ റൂമിനെ എന്ത് ചെയ്യുന്നത്, ഡിഫറൻ്റ് ആക്കുന്നത്. വിശാലമായുള്ളൊരു വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൽ. ഈ ഒരു ടൈപ്പ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ടൈപ്പ് നമുക്ക് ഉള്ളിൽ കാണുന്ന രീതിയിൽ തന്നെ ഗ്ലാസ് ടൈപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് വാർഡ്രോബിൻ്റെ സൈഡ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മുടെ മേലെ സ്റ്റോറേജ് ഉണ്ട്, ഒരു സൈഡിൽ മൊത്തം സ്റ്റോറേജ്, സൈഡിലൊക്കെ സൈഡ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഈ ഒരു പ്രൊഫൈൽ തീം, നമ്മുടെ ഈ ഒരു ലൈറ്റ് വാം തീമിൽ വരുമ്പോൾ ഈ ഒരു ഏരിയനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻ്റ് ആക്കി നിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വരുന്നത് മൾട്ടിവുഡിൽ WPCയിൽ എന്താണെന്ന് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത് മേൽഭാഗം.
അവിടെയാണ് ടി വി യൂണിറ്റ് വരുന്നത്. ടി വി യൂണിറ്റിൻ്റെ സൈഡിലും കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ലൂവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ്, ഇവിടെ ലൂവേഴ്സ്, ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനിൽ ഗോൾഡൻ തീം കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലായാലും ആ ഒരു ഏരിയനൊക്കെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജും വന്നിട്ടുണ്ട്. ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഒരു ബിഗ് സൈസ് ടോയ്ലറ്റ് ആണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ വെറ്റും രണ്ടും ഡിഫറെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗവും നമുക്ക് കണ്ടറിയാം, ഇവിടെ ഒരു പാനൽ, ചാർക്കോൾ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡിസൈൻ ചെയ്തിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ പേരെന്നെ സിനാൻ പാലസ് എന്നാണല്ലോ. അപ്പോൾ സിനാൻ പാലസിൻ്റെ സിനാൻ്റെ റൂമിലായിട്ടാണ് ഇനി നമ്മൾ വരുന്നത്. സിനാൻ്റെ റൂം വരുമ്പോൾ തന്നെ അറിയാം, ഒരു വളരെ ക്യൂട്ടായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി നോക്കൂ, നമ്മളെ അതിൻ്റെ ഒരു കിങ് സൈസ് ബെഡ്, അതിൻ്റെ റെക്സിൻ സൈഡിൽ ബാക്ക് സൈഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഈ ഒരു തീമിലേക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിനൊക്കെ എന്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് സൈഡിൽ നമ്മൾ പറഞ്ഞ ലൂവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ നമ്മുടെ കർട്ടൻ, ഈ ബ്ലൈൻഡ്സ് വരുന്നതും ആ ഒരു രീതിയിലാണ്, ഈ ഒരു തീമിനോട് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഒരു ഏരിയ ഇത് മൈക്കിൽ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഫ്രെയിമിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലും നമുക്കറിയാം ഈ ഗോൾഡൻ തീം വന്നിട്ടുണ്ട്. ടോട്ടലി വീട്ടിൽ ഈ ഒരു തീമാണ് ഈ അറബിക് തീമിനെ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത് ഈ വീടിനെ. അപ്പോൾ ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് വന്ന് ഈ ഒരു ഏരിയയിലാണ് ടോയ്ലറ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്നാണ് ഇവിടെ ടോയ്ലറ്റ് വെക്കാൻ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ആവശ്യം നേരത്ത് ടോയ്ലറ്റ് പോകാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യുകയും ചെയ്യാം. പിന്നെ സീലിംഗ് നോക്കുക, ഒരു സ്പെഷ്യൽ ഡിസൈനിലാണ് സീലിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കിയോ, ഫാനാവട്ടെ, ആ ഫാനിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു നോബാ ഏരിയനെ കൊടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിസൈൻ, വരെ ഡിസൈനിങ്ങും പിന്നെ കോബ്ലൈറ്റും ഇതൊക്കെ ഈ റൂമിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു സ്പെഷ്യൽ അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് വാർഡ്രോബ് വരുന്നത്. ഇപ്പുറത്തെ സൈഡ് ടോയ്ലറ്റ്. അപ്പോൾ ഈ വാർഡ്രോബും നമ്മളെ സ്ലൈഡിങ് ടൈപ്പിൽ തന്നെയാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ബിഗ് സൈസ് ഫ്രെയിമും നമുക്ക് മിററും വന്നിട്ടുണ്ട്. സ്റ്റെയർ കേസിൽ നമ്മൾ നേരെ കയറി വന്നാൽ നമ്മൾ ഈ റൈറ്റ് സൈഡിലാണ് ഈ ഒരു അപ്പർ ലിവിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ അപ്പർ ലിവിങ്ങിലെ ഏരിയ ഇവിടെ കണ്ടല്ലോ, ഈ ചാൻഡിലിയർ ലൈറ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിൽ നേരെ വരുന്നത് ഈ അപ്പർ ലിവിങ്ങിലേക്കാണ് ഈ ലിഫ്റ്റിൻ്റെ എൻട്രി വരുന്നത്. നമ്മൾ കണ്ടല്ലോ ഈ പാലറ്റ് ടോട്ടൽ എല്ലായിടത്തും ഉണ്ട് ഈ ഗോൾഡൻ തീം. ഈ പറയുകയാണെങ്കിൽ കണ്ടല്ലോ, സിനാൻ ഗ്രൂപ്പാണ് ഈ ഒരു ഇതൊക്കെ, ഈ നെയിം ബോർഡ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. സിനാൻ പാലസിൽ ഓരോ ഏരിയയും ഡിഫറെൻ്റാണ്. അതേപോലെ പ്രൊഫൈൽ ലൈറ്റും സെറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സീലിങ്ങിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ കോബ് ലൈറ്റും എല്ലാം ഡിഫറെൻ്റാണ്. അതൊക്കെ ഈ അപ്പർ ലിവിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്, മനോഹരമാക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരു വർക്ക് സ്പേസും അതേപോലെ തന്നെ നമുക്ക് അയൺ ടേബിളൊക്കെ സെറ്റ് ചെയ്ത രീതിയിലാണ് ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തത്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ കിഡ്സ് ബെഡ്റൂം വരുന്നത്. ആണ് നമ്മുടെ കിഡ്സ് റൂം വരുന്നത്. കിഡ്സ് റൂമിലൊരു കയറി വരുമ്പോൾ തന്നെ ഇവിടെ അത് കിങ് സൈസ് ബെഡ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ടോണ് കണ്ടില്ല, ഫുൾ പിങ്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ലൂവേഴ്സൊക്കെ കംപ്ലീറ്റ് പിങ്കിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കിഡ്സ് ബെഡ്റൂമിൻ്റെ തീമാണല്ലോ പിങ്ക്, അപ്പോൾ അത് കംപ്ലീറ്റ് ഇവിടെ റൂമിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ്, മൾട്ടിവുഡിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ആ ഏരിയ ഒക്കെ, അതേപോലെ സീലിങ്ങിൽ ഇതേപോലെ തന്നെ അവിടുത്തെ പോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡിഫറെൻറ്റ് തീമിൽ തന്നെയാണ് ഫാനും അതേപോലെ തന്നെ സീലിങ്ങിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കോബ് ലൈറ്റ്, ഇതെല്ലാം ഈ ഒരു ടോണിലേക്ക് മാച്ചായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ വാർഡ്രോബ് കണ്ടല്ലോ, അവിടെയും നമുക്ക് ആ ഒരു ടോണ് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലും ഗോൾഡൻ തീം സൈഡിൽ വന്നിട്ടുണ്ട്. ഹാൻഡ് റെയിലിനൊക്കെ ഗോൾഡൻ തീം. അത്യാവശ്യം ബിഗ് സൈസ് ആണ് ഇതിൻ്റെ വാർഡ്രോബും വരുന്നത്. താഴത്തും മേലെ ഒക്കെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് അടുത്ത് തന്നെ ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിങ് ഏരിയയിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ, ഈ ഒരു വാർഡ്രോബ് ഈ ഒരു ഏരിയയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിഗ് മിറർ ഇവിടെയും വരുന്നുണ്ട്. ഒക്കെ ഈ ഒരു തീമിലേക്ക്, അഥവാ നമ്മുടെ ഈ കിഡ്സ് ബെഡ്റൂമിൻ്റെ തീമിലേക്കാണ് ടോട്ടലി കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ അപ്പർ ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടെ പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും പൂളൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൂള് കൂടുതൽ ഏരിയ ഒന്നൊരു മിനിമലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അറിയാലോ, അതിൻ്റെ ഒക്കെ നമ്മുടെ അതിൻ്റെ തീമും എല്ലാം ഈ ഒരു വീടിൻ്റെ ടോട്ടലി തീമിലേക്കാണ് പൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഓപ്പൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഓപ്പൺ ഏരിയ. വലിയ സ്പേസോട് കൂടിയിട്ട് തന്നെ ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയയിൽ ചെറിയ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ 2 പോട്ട് കൊടുത്തിട്ടുണ്ട്.
അതും അതേപോലെ തന്നെ ഈ ഗോൾഡൻ തീമിലുള്ള നമ്മളെ ടോട്ടലി വരുന്ന ഈ ലൈറ്റും ഒക്കെ ഈ ഒരു ഏരിയയിൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം ഈ ഒരു ഏരിയ കണ്ടല്ലേ, ഈ ഒരു ഏരിയയിലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. പിന്നെ തന്നെ ഈ ക്ലാഡിങ് സ്റ്റോണ്, ഈ ഗോൾഡൻ തീം, ഇതൊക്കെയാണ് ഈ ഓപ്പൺ സ്പേസിലും നമ്മളെ ഈ ഒരു ഏരിയനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ പാർട്ട് ചെയ്തിട്ടുള്ളത് സെയിൻ ആർക്കിടെക്റ്റാണ്, ഷിജുബായി ആണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് ഇൻറ്റീരിയർ പാർട്ട് നൗഷാദാണ് ചെയ്തിട്ടുള്ളത്. സെയിൻ ആർക്കിടെക്റ്റ് കമ്പനിയാണ് ടോട്ടലി ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു അറബിക് കൊളോണിയൽ സ്റ്റൈലാണ്. അത് അവർ ഈ ഗോൾഡൻ തീമും ഈ പാറ്റേണും അതേപോലെ ഇതിൽ ഒരുപാട് ചാർക്കോൾ പാലറ്റും എല്ലാം പാനലുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ വീടിനെ ഡിഫറൻ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.